വാർത്താമാധ്യമ രംഗത്ത് മാനവികതയുടെയും വികസനത്തിന്റെയും സന്ദേശം മുഖമുദ്രയാക്കി നിലകൊള്ളുന്ന പീപ്പിൾസ് റിവ്യൂ ദിനപത്രം 31/12/2024 ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് കോഴിക്കോട് മാവൂർ റോഡിലുള്ള കൈരളി ശ്രീവേദി ഓഡിറ്റോറിയത്തിൽ വെച്ച് 17ാം വാർഷികം ആഘോഷിക്കുകയാണ്. മാധ്യമധർമ്മം മുറുകെ പിടിച്ചുള്ള ഞങ്ങളുടെ പ്രയാണത്തിന് പിന്തുണ നൽകിയ എല്ലാവരോടുമുള്ള അകൈതവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. 2007 പ്രശസ്ത ആർക്കിടെക്ട് ആർ.കെ. രമേശാണ് പീപ്പിൾസ് റിവ്യൂവിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. നാടിന്റെ വികസനം, അടിച്ചമർത്തപ്പെട്ടവരുടെയും പാർശ്വവൽക്കപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾ സമൂഹത്തിന് മുൻപിലെത്തിക്കൽ, അഴിമതിക്കെതിരായ നിലപാട് കൈക്കൊള്ളുക ഉൾപ്പെടെ കാലം ആവശ്യപ്പെടുന്ന എല്ലാ നിയോഗങ്ങളും വിട്ടുവീഴ്ചയില്ലാതെ ഏറ്റെടുത്തു എന്ന ആത്മവിശ്വാസമാണ് 18ാം വർഷത്തിലേക്ക് കടക്കുന്ന ഞങ്ങളുടെ കരുത്ത്. പുതിയ കാലത്തിന്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ peoplesreview.co.in എന്ന നാമധേയത്തിൽ ഓൺലൈൻ എഡിഷനും പീപ്പിൾസ് റിവ്യൂ എന്ന പേരിൽ യൂട്യൂബ് ചാനലും, എഴുത്തുകാരുടെ രചനകൾക്ക് സാക്ഷാത്കാരം നൽകുന്ന പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസും, പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിന്റെ മുൻപിലെത്തിക്കുന്ന പ്രവാസി റിവ്യൂ മാഗസിനും, വനിതകളുടെ മുഖമാസികയായ മഹിളാവേദി മാഗസിനും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു വരികയാണ്. പീപ്പിൾസ് റിവ്യൂ പബ്ലിക്കേഷൻസിലൂടെ നവാഗതരായ 21 പേരുടെ സാഹിത്യകൃതികൾ പ്രസിദ്ധീകരിക്കാനായി എന്ന സന്തോഷം ഇവിടെ രേഖപ്പെടുത്തുന്നു. സാംസ്കാരിക സംഗമങ്ങൾ, കവിയരങ്ങുകൾ, സമൂഹത്തിൽ പ്രാഗൽഭ്യം തെളിയിക്കുന്നവർക്കുള്ള അവാർഡ് സമർപ്പണം, പ്രവാസി സമ്മേളനങ്ങൾ എന്നിവ കഴിഞ്ഞ കാലങ്ങളിൽ സംഘടിപ്പിച്ച ശ്രദ്ധേയമായ പരിപാടികളാണ്. പ്രഗത്ഭനായ സാമൂഹിക നാടക പ്രവർത്തകനും യശശരീരനുമായ ശ്രീ മധു മാസ്റ്റർ നിർദ്ദേശിച്ച സത്യത്തിൻ സാക്ഷി, ധർമ്മത്തിൻ പാതയിൽ പ്രഗത്ഭ ഭാഷാശാസ്ത്രജ്ഞനും എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ പ്രിയദർശൻ ലാൽ ചൂണ്ടിക്കാണിച്ച സത്യാന പ്രമദിത്തവ്യം എന്ന ദർശനം മുറുകെ പിടിച്ചാണ് പീപ്പിൾസ് റിവ്യൂ മുന്നോട്ടുള്ള പ്രയാണം. സദ്വാർത്ത, കാലിക്കറ്റ് ടൈംസ്, കേരള സഞ്ചാരി, സ്വദേശാഭിമാനി, ആരണ്യകം, ബിസിനസ് കേരള മാഗസിൻ, കേരള മിഡ് ഡേ ടൈംസ് എന്നീ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച പി.ടി. നിസാറാണ് പീപ്പിൾസ് റിവ്യൂവിന്റെ ഫൗണ്ടറും മുഖ്യ പത്രാധിപരും. മാധ്യമ മേഖലയിൽ നിഷ്പക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ച് ജനപക്ഷത്ത് അടിയുറച്ചു നിന്ന പീപ്പിൾസ് റിവ്യൂവിന് കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയ പിന്തുണയ്ക്ക് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. 17 വർഷങ്ങൾ പൂർത്തിയാക്കി 18ലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഭാവി കാലത്തിന് എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയാണ്.